ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡേ മൈ ലൈഫ് കേട്ടോ. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ എങ്ങനെയാണ് വെറുതെ അങ്ങനെ മുറ്റത്ത് കളയില്ല. അപ്പോൾ നല്ല കോടയും മൂടിയിരിക്കുന്ന ചെറിയ വെയിലുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ചപ്പാത്തിയും മുട്ടക്കറിയും ഇഷ്ടം. അത് കഴിഞ്ഞാണ്ട് ഞാൻ ആകെ അടിച്ചു കേട്ടോ. രാവിലെ തന്നെ നീച്ചാൽ പിന്നെ വേഗം പണി തീർക്കണം. പണി തീർന്നാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവും. പിന്നെ കുട്ടി ഇറങ്ങിക്കാണോ നീക്കുമ്പോഴത്തേനും പണി തീർക്കും വേണം. അപ്പോൾ അങ്ങനെ ആകെ വേഗം അടിച്ചു കേട്ടോ. അത് കഴിഞ്ഞാണ്ട് പിന്നെ ഉമ്മ അടുപ്പത്ത് ചോറ് തീമ്പട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വെന്തൊക്കെ നോക്കട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വാഷ് വേസ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞാണ്ട് പിന്നെ ഞാൻ വേഗം അടിച്ചൊരു നടക്കാം കേട്ടോ. അതിൻ്റെ കുട്ടി നീച്ചിന് കുട്ടീനെ പിന്നെ അമ്മ കൊണ്ടുപോയി. അപ്പോൾ പിന്നെ ഓന് കുറച്ച് നേരം മുറ്റത്ത് കൂടെ ഒക്കെ അങ്ങനെ കളിച്ച് കാഴ്ചകളൊക്കെ കണ്ടു വരുമ്പോഴത്തേന് വേഗം അടിച്ചൊരു തുടക്കാൻ നമുക്ക് എണീറ്റ് വേഗം തുടക്കാൻ ഓൻ വന്നാൽ പിന്നെ ഒന്നും നടക്കില്ല. പിന്നെ ഓനെ കുളിപ്പിക്കലും ഓന് ഫുഡ് കൊടുക്കലും അങ്ങനെ കുറേ പരിപാടികളില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുക്കളൻ്റെ തുണ്ടും ടൈലൊക്കെ ഇങ്ങനെ തുടക്കാൻ വേണ്ടിയിട്ട് ഡെയിലി തുടക്കലുണ്ട്. ഇത് തുടച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു സുഖമുണ്ടാവില്ല. കാരണം എപ്പോഴും ഇങ്ങനെ ക്ലീനായിരുന്നാൽ നമുക്കൊരു മനസ്സിൽ റാഹത്തില്ല. പിന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കണം. ഉപ്പേരി ഉണ്ടാക്കാൻ ഞാൻ ഫ്രിഡ്ജ് തപ്പി നോക്കിയപ്പോൾ പയർ കിട്ടി. പയറെടുത്തിട്ട് മുറിക്കുകയാണ്. ഞാനിങ്ങനെ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് വേഗം മുറിക്കലുണ്ട്. ആദ്യം പയറിൻ്റെ രണ്ട് തല പിടിച്ചിട്ട് മടക്കും. പിന്നെ അവൻ കട്ട് ചെയ്യും. പിന്നെ നടുവിൽ കട്ട് ചെയ്യും. കേടുന്നില്ല നോക്കിയിട്ടോ. എന്നിട്ട് പിന്നെ ഒന്നായിട്ട് ഇങ്ങനെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഒന്നായിട്ട് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ പണി പെട്ടെന്ന് കഴിയും. അതിനായിട്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. പണ്ടൊക്കെ ഉമ്മാരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ അമ്മക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പയറെടുത്ത് ഇങ്ങനെ പൊട്ടിക്കുക. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് അപ്പോൾ ആരും അങ്ങനെ ചെയ്യുന്നത് കാണില്ല. അത് ഞാൻ ചോറ് ഊറ്റാനുള്ള പരിപാടിയിലാണ്. ചോറ് വെന്താണ്. അപ്പോൾ പെട്ടെന്ന് ചോറ് ഊറ്റിയാൽ പിന്നെ അടുത്ത് തന്നെ ഉപ്പേരി വെക്കാൻ നിർത്തിയിട്ട് ഞാൻ വേഗം ഊറ്റിയിടാം. കണ്ടില്ലേ, ഇങ്ങനെ മുറിച്ചിട്ട് പയർ ഒന്നായിട്ടാണ് കേൾക്കുന്നുണ്ട് ഞാൻ. അല്ലാതെ പയർ മുറിക്കുന്നതിന് മുമ്പ് അങ്ങനെ കേൾക്കും. ചില സമയത്ത് അങ്ങനെ കേൾക്കും. നേരമില്ലാത്ത സമയത്തൊക്കെ ഞാൻ അങ്ങനെ കേൾക്കും. എന്നിട്ട് പിന്നെ ചോറൊക്കെ ഞാൻ ഫുൾ ഊറ്റി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി ഇട്ടാണ്. അപ്പോൾ ഞാനത് അടുത്തൊന്ന് മാറ്റി. എന്നിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ചട്ടി വെച്ചിട്ട് പിന്നെ ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് സാധാ പോലെ ചെറുള്ളി മുളകും കീറിയിടുക. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ പയറിടുക. ചിലവർ എങ്ങനെ ഉണ്ടാക്കല് വെച്ചാൽ ചിലവർ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് പയർക്ക് വെള്ളം പാരുക. പിന്നെ മുളക് കീറിയിടുക, ഉപ്പിടുക. അത് നല്ലോണം ഉപ്പിട്ടാണ്ട് അങ്ങനെ വേവിക്കുക. എന്നിട്ട് പിന്നെ തൂമിക്കുക. അതാകുമ്പോൾ വരട്ടി പണിയാത്തരം. ഇതാകുമ്പോൾ പിന്നെ പെട്ടെന്നാണ് തീയിൽ എണ്ണയിലും കടന്ന വേവും. പിന്നെ ഇത് വഴുതനങ്ങ കിട്ടും. അപ്പോൾ വഴുതനങ്ങ പൊരിച്ചുള്ള പരിപാടിയിലാണ്. ഇത് ഉമ്മ കുഴിച്ചിട്ട വഴുതനങ്ങയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം കുഴച്ചു. എന്നിട്ട് പിന്നെ സാധാ സിമ്പിൾ മസാലയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വഴുതനങ്ങ ഇടുക, പൊരിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ കുട്ടീനെ കുളിപ്പിച്ചാണ് പിന്നെ ഓന് പൊടി എടുത്തിട്ടോ. ഓന് പൊടി എടുത്ത് പിന്നെ ഞാനൊന്ന് കുളിച്ചിട്ടോ. ഞാൻ കുളിച്ചാണ് ഞാൻ അടുക്കളയ്ക്ക് വന്നപ്പോൾ അമ്മ നല്ല ബീഫ് ഉണ്ടാക്കി വെച്ചിട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ നല്ലോണം ഉറങ്ങിച്ചിട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കിയാണ് അടുപ്പത്ത് ചോറ് വെച്ച്. പിന്നെ ഞാൻ മേലെ പോയി തുണികൾ എടുത്തോണ്ട് കേട്ടോ. തുണികളൊക്കെ എടുത്തോണ്ട് പിന്നെ അങ്ങനെ ഓരോന്നോരോന്നാക്കി ഇങ്ങനെ മടക്കിക്കാണ് റൂമിൽ കൊണ്ടുപോയിരുന്നു. പിന്നെ ഞാനും ഈ ചായ അടിച്ചാൽ നോക്കാം കേട്ടോ. അമ്മക്ക് ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്തു വിട്ടു. അത് കഴിഞ്ഞ് ഞാനും അവിടെ ഇരുന്ന് ഞാനും കുറേ നേരം വർത്തമാനം ചായ അടിച്ചു. അത് കഴിഞ്ഞ് മുറ്റത്ത് നിന്ന് ഇറങ്ങി കേട്ടോ. ഇത് ഉമ്മാൻ്റെ പച്ചക്കറി കൂട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയാൽ ഇതൊക്കെ ഇങ്ങനെ കണ്ട് ചുറ്റും നടക്കും. അപ്പോൾ അത്രയ്ക്കുള്ള എൻ്റെ ഡേ മൈ ലൈഫ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡേ മൈ ലൈഫ് വോയിസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ അതിൻ്റെതായ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെല്ലാവരും ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്